ചിന്തകളേക്കാൾ വേഗത്തിൽ അക്ഷരങ്ങൾ സഞ്ചരിക്കുന്നത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഭാവനയിൽ ഒരു ചിത്രം വരച്ചു തീരുന്നതിനു മുൻപേ കഥ പറഞ്ഞ് ഓടിമറയുന്ന വാക്കുകൾ. ഒരു സ്വപ്നം കണ്ടുണരുന്നത് പോലെ ഓർത്തെടുക്കാനാവുന്നില്ലെങ്കിലും വട്ടിപ്പനയിലെ മേഘങ്ങൾക്ക് ഭ്രാന്തു വന്നാൽ മാത്രം നിറയുന്ന ഗുഹയും കരിന്തേളുകളും മേലുനിറയെ നക്ഷത്രങ്ങളുള്ള മാനും അശ്വാരൂഢരും കഥ പറയും. എങ്ങനെയെന്നോ? അച്ചമ്മ മേലു നിറയെ നക്ഷത്രങ്ങളുള്ള ഒരു മാനിനെ കാണിച്ചു തന്നു. ചെവികൾ തുമ്പിച്ചിറകുകൾ പതിച്ചതുപോലെയും കൊമ്പുകൾ മഴവില്ല് പോലെയും വാൽ ചെറിപ്പൂക്കൾ കുരുത്തിട്ടതുപോലെയും അകിട് മകരന്തപ്പുറ്റ് പോലെയും കാണപ്പെട്ടു. മാനിൻ്റെ തുടയുടെ ഭാഗത്തു നിന്നും 2 ചിറകുകൾ ഉതിർന്നുയർന്നു. അതിൻ്റെ ശക്തിയിൽ കുറേ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്കെന്നോണം ചിമ്മിമറഞ്ഞു. മാൻ കുതിച്ചു. എൻ്റെ മുടിയിഴകൾ കൊല്ലൻ്റെ ആലയിലെ തീ പോലെ പൊരിഞ്ഞു പറന്നു. എനിക്കൊരാൾക്ക് പറഞ്ഞു തീർക്കാവുന്നതിനുമപ്പുറം വാക്കുകൾ കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുകയാണ് എഴുത്തുകാരൻ പ്രശോഭ് മഠത്തിൽ. അച്ചമ്മയുടെ കഥ അത്ഭുതങ്ങൾ വരച്ചിടുമ്പോൾ കേശവേട്ടൻ അതികായനായ, നിസ്സഹായനായ, വളരെ പരിചിതനായ ഒരു മനുഷ്യൻ്റെ കഥ പറയുന്നു. വയനാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലെ ജീവിതങ്ങൾ. കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോകുന്ന കേശവേട്ടൻ. സംസാരപ്രിയരല്ലാത്തവരുടെ മനസ്സ് എപ്പോഴും അവർക്ക് സംസാരിക്കാനും പ്രകടിപ്പിക്കാനുമാവാത്ത കാര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കും. അവരെ സാഗൂതം കേട്ടിരിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ഒരു വിചിത്ര മനുഷ്യൻ. ഒരേ കാട്ടുവഴിയിലൂടെ ഒരിക്കൽ മാത്രം നടക്കുന്നയാൾ. കാട്ടിൽ വീണ് കിടക്കുന്ന മരങ്ങൾ മാത്രം ശേഖരിക്കുന്നയാൾ. തെളിനീരരുവിയിൽ കുളിക്കുന്ന ഒരു വിചിത്ര മനുഷ്യൻ. ജീവന്റെ പരിണാമങ്ങളിൽ കേശവേട്ടൻ്റെ ജീനുകൾക്ക് കടുകിട വ്യത്യാസം വന്നു. അല്ലെങ്കിൽ മൃഗമെന്ന മനോഹര പദമായി കേശവേട്ടൻ പരിണമിച്ചേനെ. വായിച്ചു തീരുമ്പോഴേക്കും മനസ്സിൽ ഒരു നോവായി മാത്രം അവശേഷിക്കുന്ന കേശവേട്ടൻ. ഭൂതമാപിനി. പ്രശോഭ് മഠത്തിൽ.